Good morning all. Welcome to a dream classroom. ഇന്ന് നമ്മൾ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി 2 എന്ന അതായത് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി 1 എന്ന ബുക്സ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ വരുന്ന മറ്റൊരു സബ്ജക്റ്റാണ് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി 2. ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി 2 ബുക്ക്. അതിൽ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് ആണ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. ചാപ്റ്റർ 1 എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. അപ്പോൾ ഈ ഒരു എവല്യൂഷണറി കാഴ്ചപ്പാടിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെ ഇതിങ്ങനെ ഒരുപാട് പാരഗ്രാഫുകളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മെറ്റീരിയൽ നോക്കുമ്പോഴോ പുസ്തകം നോക്കുമ്പോഴോ മനസ്സിലാവും. ദ ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ എന്ന ഈ ഒരു ടോപ്പിക്ക് ഏകദേശം 3 പേജോളം വരുന്നുണ്ട്. ആ 3 പേജിലായിട്ട് പാരഗ്രാഫുകളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ഈ യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ദ ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ എന്ന ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് എടുത്ത് പറയാനുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആ ഫസ്റ്റ് പേജ് നമ്പർ 8 3 പാരഗ്രാഫിലുള്ള കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 8 ദ ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ, അതായത് സാമൂഹിക പരിണാമത്തിന്റെ ആശയത്തിന്റെ തുടക്കം, സാമൂഹിക പരിണാമം എന്ന ആശയത്തിന്റെ തുടക്കം എന്ന ആ ടോപ്പിക്കിലെ 3 പാരഗ്രാഫിനെ ഷോർട്ടാക്കി ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ എഴുതിയ ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഈ ഓരോ പാരഗ്രാഫിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിനെ മൊത്തത്തിൽ നിങ്ങൾ ഷോർട്ടായി എഴുതിയിട്ടതാണ് ഈ ബോർഡുമിലുള്ളത്. അപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ബോർഡുമിൽ എഴുതിയിട്ട കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കുക. കാരണം ഒരു ടോപ്പിക്ക് തന്നെ ഒരുപാട് പാരഗ്രാഫുകളായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ പാരഗ്രാഫുകളെയാണ് ടീച്ചർ ഈ ഷോർട്ടാക്കി എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങളിത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നമ്മളുടെ പുതിയ പുസ്തകമായിട്ടുള്ള അതായത് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി 1 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ 2 പാർട്ട് അതിൻ്റെ സെക്കൻഡ് ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് യൂണിറ്റ് മനസ്സിലായി നിങ്ങൾക്ക്, എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ. ശ്രദ്ധിക്കുക, ദ ഐഡിയ ഓഫ് social evolution emerged mainly due to 2 major historical development. അതായത് സാമൂഹിക പരിണാമം എന്ന ആശയം 2 പ്രധാന ചരിത്ര സംഭവങ്ങൾ വഴി രൂപപ്പെട്ടതാണ്. ദ ഐഡിയ ഓഫ് സോഷ്യൽ എവല്യൂഷൻ emerged mainly due to 2 major historical development. അതായത് സാമൂഹിക പരിണാമം എന്ന ആശയം 2 പ്രധാന ചരിത്ര സംഭവങ്ങൾ വഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പം സോഷ്യൽ എവല്യൂഷൻ എന്ന ആശയം സോഷ്യൽ എവല്യൂഷൻ എന്ന ഐഡിയ എങ്ങനെയാണ് ഈ രൂപപ്പെട്ടിട്ടുള്ളത്? 2 മേജർ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, 2 ചരിത്ര സംഭവങ്ങളുടെ വികാസത്തോടെയാണ് സോഷ്യൽ എവല്യൂഷൻ എന്ന ആശയം രൂപപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ആശയങ്ങള്? യൂറോപ്യൻ കൊളോണലൈസേഷൻ ആൻഡ് ദ ഗ്രേറ്റ് പൊളിറ്റിക്കൽ റെവല്യൂഷൻ. യൂറോപ്യൻ കൊളോണലൈസേഷനും ഗ്രേറ്റ് പൊളിറ്റിക്കൽ റെവല്യൂഷനും, ഈ 2 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ എവല്യൂഷൻ എന്ന ആശയം രൂപപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ദെൻ കൊളോണൈസേഷൻ മെയ്ഡ് യൂറോപ്യൻ എൻകൗണ്ടർ ഡൈവേഴ്സ് കൾച്ചേഴ്സ് ആൻഡ് വേസ് ഓഫ് ലൈഫ്, റൈസിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് വൈ ഹ്യൂമൻ ഡിഫേർഡ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, യൂറോപ്യൻ കോളനിവൽക്കരണവും രാഷ്ട്രീയ വിപ്ലവവും തുടങ്ങിയ ആശയങ്ങളിലൂടെയാണ് സോഷ്യൽ എവല്യൂഷൻ എന്ന ആശയം രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കോളനിവൽക്കരണത്തിലൂടെ യൂറോപ്യന്മാർ നിരവധി സംസ്കാരങ്ങളെയും ജീവിത രീതികളെയും കണ്ടുമുട്ടി. Colonization made European encounter diverse cultures and way of life,
റൈസിംഗ് ക്വസ്റ്റ്യൻ അബൌട്ട് വൈ ഹ്യൂമൻ ഡിഫേർഡ്. കോളനിവൽക്കരണത്തിലൂടെ യൂറോപ്യന്മാരെ നിരവധി സംസ്കാരങ്ങളെയും ജീവിത രീതികളെയും കണ്ടുമുട്ടി. കോളനൈസേഷൻ മെയ്ഡ് യൂറോപ്യൻ എൻകൗണ്ടർ ഡൈവേഴ്സ് കൾച്ചർ ആൻഡ് വേ ഓഫ് ലൈഫ്. റൈസിംഗ് ക്വസ്റ്റ്യൻ അബൌട്ട് വൈ ഹ്യൂമൻ ഡിഫേർഡ്. അപ്പോൾ കോളനിവൽക്കരണത്തിലൂടെ യൂറോപ്യന്മാർ നിരവധി സംസ്കാരങ്ങളും ജീവിത രീതികളും കണ്ടുമുട്ടി. Earlier, this difference were explained through racial theory, but Enlightenment thinkers who believed in universal human values like liberty and equality challenged such ideas through they could not fully answer the question of human diversity. അതേപോലെ തന്നെ എന്താ ഇവിടെ പറയുന്നത്? Earlier, this difference were explained through racial theory, but Enlightenment thinkers who believed in universal human values. അതായത് മനുഷ്യർ എന്തുകൊണ്ട് വ്യത്യസ്തരാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വന്നത്. ഇത്തരം വ്യത്യാസങ്ങൾ വംശീയ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിരുന്നെങ്കിലും സ്വാതന്ത്ര്യം, ലിബർട്ടി, ഈക്വാലിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സൗഹൃദം എന്നിവയെ മുൻനിർത്തിയ ഒരു പ്രധാന ചിന്തകൾ ഇവിടെ ചോദ്യമായി വന്നു. Earlier, this difference were explained through racial theory, but Enlightenment thinkers who believed in universal human values like ഏതൊക്കെയാണ് ഹ്യൂമൻ വാല്യൂസ് ആയിട്ട് പറയുന്നത്? ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി ചലഞ്ചഡ് സച്ച് ഐഡിയാസ് ദോ they could not fully answer the question of human diversity. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മനുഷ്യർ എന്തുകൊണ്ട് വ്യത്യസ്തരാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വന്നത്. മാത്രല്ല വംശീയ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിരുന്നെങ്കിലും ഈ ലിബർട്ടി, ഈക്വാലിറ്റി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെ മുൻനിർത്തിയുള്ള ചില ചിന്തകൾ ഇവിടെ എന്ത് ചെയ്തു? ചോദ്യം ചെയ്യപ്പെട്ടു. കൂടാതെ മനുഷ്യൻ വൈവിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായും അവർക്ക് വ്യക്തമാക്കാനായില്ല. They could not fully answer the question of human diversity. മനുഷ്യന്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തരാന് ആ കാലഘട്ടത്തില് സാധിച്ചില്ല. കാരണം ഹ്യൂമൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ വൈവിധ്യം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് കൺട്രിയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഹ്യൂമൻസ് എങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയി, എന്തുകൊണ്ടാണ് അവരെ ഡൈവേഴ്സിഫൈഡ് എന്ന് പറയുന്നത് എന്നതിനുള്ള they could not fully answer the question of human diversity. അതായത് മനുഷ്യ വൈവിധ്യത്തെ കുറിച്ചുള്ള ആ ചോദ്യത്തിന് പൂർണ്ണമായും ഉത്തരം നൽകാൻ സാധിച്ചില്ല. The second major influence was the American and French Revolution. അതേപോലെ തന്നെ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? The second major influence, രണ്ടാമത്തെ പ്രാധാന്യമുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏതാ? അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ. അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവുമായിരുന്നു. ദ സെക്കൻഡ് മേജർ ഇൻഫ്ലുവൻസ് വാസ് ദ അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ, which showed that society could undergo radical transformation. അപ്പൊ രണ്ടാമത്തെ പ്രാധാന്യമുള്ള സംഭവമായിട്ട് കണക്കാക്കുന്നത് അമേരിക്കൻ വിപ്ലവത്തെയും അതേപോലെ ഫ്രഞ്ച് വിപ്ലവത്തെയുമാണ്. ടീച്ചർ പറഞ്ഞു സാമൂഹിക പരിണാമത്തിന് രണ്ട് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണുള്ളത്, യൂറോപ്യൻ കോളനൈസേഷനും പൊളിറ്റിക്കൽ റവല്യൂഷനും. അപ്പൊ യൂറോപ്യൻ കോളനൈസേഷനെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. ഇനി രണ്ടാമത്തെ പൊളിറ്റിക്കൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ. ദ സെക്കൻഡ് മേജർ ഇൻഫ്ലുവൻസ് വാസ് ദ അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ. രണ്ടാമതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ് എന്നാ പറയുന്നത്? അതായത് സോഷ്യൽ റവല്യൂഷനെ രണ്ടാമതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. Then which showed the society could undergo radical transformation. ഈ വിപ്ലവങ്ങൾ സമൂഹം കാലക്രമേണ മാറാൻ കഴിയുമെന്ന തിരിച്ചറിവുണ്ടാക്കി. ഫ്രഞ്ച് റവല്യൂഷനിലൂടെയാണ് നമുക്ക് നമ്മുടെ പ്രധാന തത്വങ്ങൾ ഉയർന്നു വന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേർണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആ 3
ഇമ്പോർട്ടന്റ് വേർഡ്സുകൾ നമ്മളിലേക്ക് എത്തിപ്പെട്ടത് ഏത് റവല്യൂഷൻ വഴിയാണ്? ഫ്രഞ്ച് റവല്യൂഷൻ. അതുകൊണ്ടാണ് പറയുന്നത് സാമൂഹിക പരിണാമത്തെ സഹായിച്ച പ്രധാന റവല്യൂഷൻസ് ആണ് ഏത് എന്ന് പറയാനുള്ള കാരണം അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും. ഈ ഫ്രഞ്ച് വിപ്ലവം നമ്മളെ ഇത്രയധികം സ്വാധീനിക്കാനുള്ള, ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തോടെയാണ് 3 പ്രധാന വേർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്: സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം. ഈ 3 ഇമ്പോർട്ടന്റ് വേർഡ്സുകൾ ജനങ്ങളെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? വളരെയധികം സ്വാധീനിച്ചു. അവരിൽ സ്വാതന്ത്ര്യ ചിന്ത ഉയർന്നു, സമത്വ ചിന്ത ഉയർന്നു, സാഹോദര്യ ചിന്ത ഉയർന്നു. അപ്പൊ ഇത്തരം ചിന്തകളൊക്കെ ഉയരാൻ കാരണമായത് ഏത് റവല്യൂഷനാണ്? ഫ്രഞ്ച് റവല്യൂഷനാണ്. And then this led the thinkers to believe that society were not static but changed over time. അതേപോലെ തന്നെ സമൂഹങ്ങൾ ഒരിക്കലും സ്ഥിരമായിരിക്കുകയില്ല. ദിസ് ലെഡ് ദ തിങ്കേഴ്സ് എന്ത് ചിന്തിച്ചു? സൊസൈറ്റി വേർ നോട്ട് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും സമൂഹം സ്ഥിരമായി നിലനിൽക്കില്ല. ബട്ട് ചേഞ്ച്ഡ് ഓവർ ടൈം. പലപ്പോഴും എന്ത് സംഭവിക്കാം? മാറ്റങ്ങൾ സംഭവിക്കാം. ദിസ് ലെഡ് തിങ്കേഴ്സ് ടു ബിലീവ് ദാറ്റ് സൊസൈറ്റി, അതായത് സമൂഹത്തിലെ ചിന്തകന്മാർ ചിന്തിച്ചു എന്ത്? വെർ നോട്ട് സ്റ്റാറ്റിക്. സമൂഹം ഒരിക്കലും സ്റ്റാറ്റിക് ആയി നിലനിൽക്കില്ല. ബട്ട് ചേഞ്ച്ഡ് ഓവർ ടൈം. സമൂഹത്തിൽ എന്ത് സംഭവിക്കാം? മാറ്റങ്ങൾ സംഭവിക്കാം. Thus new theories began to develop in the 19th century. അങ്ങനെയാണ് 18ാം നൂറ്റാണ്ടിലെ പുതിയ തിയറികൾ ഉയർന്നു വന്നത്. സമൂഹം ഒരു കാലത്തും സ്റ്റാറ്റിക് ആയി നിലനിൽക്കില്ല, സമൂഹത്തിൽ എപ്പോഴും എന്ത് സംഭവിക്കാം? മാറ്റങ്ങൾ ഉണ്ടാവാം. ഈ ആശയമാണ് 18ാം നൂറ്റാണ്ടിലെ ഒരുപാട് തിയറികൾ ഉയർന്നു വരാൻ കാരണമായത്. About how society evolved and how Europeans reached their existing social forms. അതുകൊണ്ട് തന്നെ സമൂഹത്തെ അടിസ്ഥാനമാക്കി സമൂഹങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ള പുതിയ സിദ്ധാന്തങ്ങൾ രൂപം കൊണ്ടു. അപ്പൊ സമൂഹം ഒരിക്കലും സ്റ്റാറ്റിക് ആയി നിലനിൽക്കില്ല. സമൂഹത്തിൽ ബട്ട് ചേഞ്ച്ഡ് ഓവർ ടൈം. സമൂഹത്തിൽ എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിലുള്ള ചിന്തയാണ് എപ്പോൾ ഉയർന്നു വന്നത്? 18ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നത്. അങ്ങനെ ഈ ഒരു ചിന്തയുടെ ഇത്തരത്തിലുള്ള ഈ ചിന്താധാര ഉയർന്നു വന്നതുകൊണ്ട് തന്നെ സമൂഹം എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ള പുതിയ സിദ്ധാന്തങ്ങളും രൂപം കൊണ്ടു. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ മക്കളെ, നിങ്ങളുടെ ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ എന്ന ടോപ്പിക് വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ 3 പാരഗ്രാഫിനെ ടീച്ചർ മാക്സിമം ഷോർട്ടാക്കി എഴുതിയിട്ടിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഈ 3 പാരഗ്രാഫും കൂടി നമ്മൾ ഷോർട്ടാക്കി ഇട്ടതാണ്. ഇനി നമ്മൾക്ക് അടുത്ത ഈ ടോപ്പിക് തന്നെ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഈ ടോപ്പിക്കിന്റെ മറ്റ് പാരഗ്രാഫുകളിലേക്ക് നമുക്ക് അനലൈസ് ചെയ്യാം. മറ്റ് പാരഗ്രാഫുകൾ, അതായത് 4, 5, 6, 7 പാരഗ്രാഫുകൾ സെക്കൻഡ് പേജിൽ കിടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ദ ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷനിലെ 3rd, 4th, 5th ഇത്രയും പാരഗ്രാഫുകളുടെ ഷോർട്ടാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ, സാമൂഹിക പരിണാമത്തിന്റെ തുടക്കത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ആദ്യത്തെ 3 പാരഗ്രാഫുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾക്കതിലെ ഇത് വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇതിലെ 3rd, 4th, 5th, 6th ഇത്രയും പാരഗ്രാഫുകളെ ഷോർട്ടാക്കിയിട്ടാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വീണ്ടും പറയുകയാണ്, ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. ഈ ബോർഡിൽ എഴുതിയിട്ട കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് കേൾക്കുമ്പോൾ എഴുതിയെടുക്കണം കേട്ടോ. കാരണം ഇത്രയും പാരഗ്രാഫുകൾ പഠിച്ചെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഷോർട്ടാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതായിരിക്കും ക്യാച്ച് ചെയ്യാൻ എളുപ്പം. അപ്പൊ നോക്കൂ മക്കളെ, ദിസ് പാസേജ് explain the development of evolutionary ideas in sociology, especially through the works of Auguste Comte and later thinkers. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? അതായത് this passage explain the development of evolutionary ideas in sociology, especially through the works of Auguste Comte and later thinkers. അപ്പോൾ ഈ സമൂഹശാസ്ത്രത്തിലെ പരിണാമ ചിന്തയുടെ രൂപവൽക്കരണത്തെ പ്രത്യേകിച്ച് അഗസ്റ്റേ കോംടെയും
അദ്ദേഹത്തിന് ശേഷമുള്ള ചിന്തകരുടെയും ആശയങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് പാസേജ്, ഈ പാസേജുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ദിസ് പാസേജ് എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് ഓഫ് എവല്യൂഷണറി ഐഡിയാസ് ഇൻ സോഷ്യോളജി എക്സ്പെഷ്യലി ത്രൂ ദ വർക്ക്സ് ഓഫ് അഗസ്റ്റേ കോംറ്റെ ആൻഡ് ലേറ്റർ തിങ്കേഴ്സ്. അപ്പൊ അഗസ്റ്റേ കോംറ്റെ അടക്കമുള്ള മറ്റു ചിന്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില ആശയങ്ങൾ താഴെ പറയുകയാണ്. ഇനി കോംറ്റെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അഗസ്റ്റേ കോംറ്റെ ആരാണ് അഗസ്റ്റേ കോംറ്റെ? ഫാദർ ഓഫ് സോഷ്യോളജിസ്റ്റ്. സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടാണ് ആരെ പരിഗണിക്കുന്നത്? അഗസ്റ്റേ കോംറ്റെ. അപ്പൊ അദ്ദേഹം അഗസ്റ്റേ കോംറ്റെയും മറ്റു ചിന്തകരും ഉൾപ്പെടുത്തിക്കൊണ്ട് സോഷ്യോളജിയെ എങ്ങനെ, അത് എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, സോഷ്യൽ എവല്യൂഷൻ, ഈ സോഷ്യൽ എവല്യൂഷനെ എങ്ങനെയാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ദിസ് പാസേജ് എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് ഓഫ് എവല്യൂഷണറി ഐഡിയാസ് ഇൻ സോഷ്യോളജി എക്സ്പെഷ്യലി ത്രൂ ദ വർക്ക്സ് ഓഫ് അഗസ്റ്റേ കോംറ്റെ ആൻഡ് ലേറ്റർ തിങ്കേഴ്സ്. അതായത് അഗസ്റ്റേ കോംറ്റെയും മറ്റു അദ്ദേഹത്തിന് ശേഷമുള്ള മറ്റു ചിന്തകരുടെയും ആശയങ്ങളെ ആസ്പദമാക്കി കോംറ്റെ എങ്ങനെയാണ് ഇവിടെ ഈ എവല്യൂഷണറി തിയറിയെ വിവരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Comte viewed social evolution as a progressive movement marked by 3 stages of human thought. അതുകൊണ്ട് തന്നെ കോംറ്റെ സാമൂഹിക പരിണാമത്തെ 3 സ്റ്റേജസുകളായിട്ടാണ് തരംതിരിച്ചത്. കോംറ്റെ viewed social evolution as a progressive movement marked by 3 stages of human thought. മനുഷ്യ ചിന്തയെ, ഹ്യൂമൻ തോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ ചിന്ത. ആ ഹ്യൂമൻ തോട്ടിനെ 3 കാറ്റഗറികളായിട്ടാണ് കോംറ്റെ തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ്. അപ്പൊ കോംറ്റെ സോഷ്യൽ എവല്യൂഷനെ 3 ഹ്യൂമൻ തോട്ടുകളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് സ്റ്റേജ്. എന്താണ് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? ദൈവീക ഘട്ടം, ദൈവീകമായ കാലഘട്ടം എന്നാണ് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ളത്. സൊസൈറ്റി എക്സ്പ്ലെയിൻ ഫിനോമിന ത്രൂ സൂപ്പർ നാച്ചുറൽ ബീയിങ് ആൻഡ് ഡിവൈൻ പവേഴ്സ്. അതായത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ. സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറഞ്ഞാൽ എന്താ? അമാനുഷികമായ ശക്തിയെ ആശ്രയിച്ച് സമൂഹത്തെ വിശദീകരിക്കുക. സൂപ്പർ നാച്ചുറൽ ബീയിങ് ആൻഡ് ഡിവൈൻ പവേഴ്സ്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ ബീയിങ് ആൻഡ് ഡിവൈൻ പവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താണ്, അമാനുഷികമായ ശക്തിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിശദീകരിക്കുന്നതിനെയാണ് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. തിയോളജിക്കൽ സ്റ്റേജ് സൊസൈറ്റി എക്സ്പ്ലെയിൻ ഫിനോമിന, സമൂഹത്തിൽ കാണുന്ന ഒരു പ്രതിഭാസം എങ്ങനെ? സൂപ്പർ നാച്ചുറൽ ബീയിങ് ആൻഡ് ഡിവൈൻ പവേഴ്സ്. ദൈവികമായ ശക്തിയും അമാനുഷികമായ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹിക പ്രതിഭാസമാണ് ഏത്? തിയോളജിക്കൽ സ്റ്റേജ്. അടുത്തതാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? സൊസൈറ്റി എക്സ്പ്ലനേഷൻ ബിക്കം മോർ അബ്സ്ട്രാക്ട്, ലെസ് സൂപ്പർ നാച്ചുറൽ ആൻഡ് മോർ ഫിലോസഫിക്കൽ. അദൃശ്യഘട്ടം എന്ന് പറയും മെറ്റാഫിസിക്കൽ സ്റ്റേജ്. അദൃശ്യഘട്ടം. സൊസൈറ്റി എക്സ്പ്ലനേഷൻ ബിക്കം മോർ അബ്സ്ട്രാക്ട്. അതായത് ഇവിടെ സൊസൈറ്റിയെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ദൈവവിശ്വാസത്തിൽ നിന്നും മാറി, ലെസ് സൂപ്പർ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ നിന്നും മാറി മോർ ഫിലോസഫിക്കൽ. അതായത് തത്വചിന്താപരമായി വിശ്വസിക്കുന്ന കാലഘട്ടത്തെയാണ് ഏത് സ്റ്റേജ് എന്ന് പറയുക? മെറ്റാഫിസിക്കൽ സ്റ്റേജ്. അപ്പൊ തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാലഘട്ടമാണ് തിയോളജിക്കൽ സ്റ്റേജ്. മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ അമാനുഷികമായ ശക്തിയെ ഒഴിവാക്കിക്കൊണ്ട്, ആ ശക്തിയെ വിവരിക്കാതെ, അതിന് പ്രാധാന്യം കൊടുക്കാതെ മോർ ഫിലോസഫിക്കൽ, തത്വചിന്തയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സൊസൈറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാലഘട്ടമാണ് ഏത്? മെറ്റാഫിസിക്കൽ സ്റ്റേജ്. ആൻഡ് പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ്. പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ് പറഞ്ഞാൽ എന്താണ്? തിങ്കിങ് ബിക്കം സിസ്റ്റമാറ്റിക്, ഫാക്ച്വൽ ആൻഡ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് സയന്റിഫിക് റീസണിങ്. ശാസ്ത്രീയ കാലഘട്ടം എന്ന് പറയും.
പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ് എന്ന് പറഞ്ഞാല് ശാസ്ത്രീയ കാലഘട്ടം, അതായത് ചിന്തയിലും വിവരണങ്ങളിലും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലും വ്യത്യസ്തമായ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് സയന്റിഫിക് ഓർ പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുക. പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് ബിക്കം സിസ്റ്റമാറ്റിക്, ഫാക്ച്വൽ ആൻഡ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് സയന്റിഫിക് റീസണിങ്. അതായത് ചിന്തയിലൂടെയും തിങ്കിങ്ങിലൂടെയും പിന്നെ സിസ്റ്റമാറ്റിക് ആൻഡ് ഫാക്ച്വൽ, അതായത് വിവരണങ്ങളിലും ശാസ്ത്രീയകരമായ കാര്യങ്ങളിലും ഒബ്സർവേഷൻ നിരീക്ഷണങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ് എന്ന് പറയുക. അപ്പോ കോംടെ സാമൂഹിക സോഷ്യൽ എവല്യൂഷനെ കോംടെ തരംതിരിച്ചത് 3 രീതിയിലാണ്: തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് സ്റ്റേജ്. തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക കാലഘട്ടം, അവിടെ അമാനുഷിക ശക്തികളായിരിക്കാം. മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്തിനെ കുറയ്ക്കുന്നു? ലെസ് സൂപ്പർ നാച്ചുറൽ, അമാനുഷികമായ ശക്തിയെ അവിടെ കുറച്ചുകൊണ്ട് ചിന്തയെ മോർ ഫിലോസഫിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജിൽ എങ്ങനെയാണ്? സിസ്റ്റമാറ്റിക്, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷനും സയന്റിഫിക് റീസണിംഗ് ആണ് എവിടെ വരുന്നത്? പോസിറ്റീവ് ഓർ സയന്റിഫിക് സ്റ്റേജ്. Then positivism becomes central to Comte's sociology, which supported rational, objective study of society and aligned with industrial and capitalist development. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പോസിറ്റിവിസം എന്ന ശാസ്ത്രീയ സമീപനമാണ് കോംടെയെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റിയത്. ഇത് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തെയും ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ്, മൂലധനവൽക്കരണത്തെയും പിന്തുണച്ചിരുന്നു. പോസിറ്റിവിസം ബിക്കം സെൻട്രൽ ടു Comte's sociology, which supported rational, objective study of society and aligned with industrial and capitalist development. അതായത് പോസിറ്റിവിസം എന്ന ശാസ്ത്രീയ സമീപനമാണ് കോംടെയെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിന് കാരണമാക്കിയത്. ഇത് ഇൻഡസ്ട്രിയലൈസേഷനെയും ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ്, മൂലധനവൽക്കരണത്തെയും പിന്തുണച്ചിരുന്നു. ആൻഡ് ദെൻ the later scholars developed further evolutionary theory. അതേപോലെ തന്നെ പിന്നീട് ഒരുപാട് സ്കോളേഴ്സ്, പണ്ഡിതന്മാര് ഏത് തിയറിയെ ഡെവലപ്പ് ചെയ്തു, വികസിപ്പിച്ചു? പരിണാമ സിദ്ധാന്തം അഥവാ എവല്യൂഷണറി തിയറിയെ ഡെവലപ്പ് ചെയ്തു. ലേറ്റർ സ്കോളേഴ്സ് ഡെവലപ്പ് ഫർദർ എവല്യൂഷണറി തിയറി. പിന്നീട് ഒരുപാട് സ്കോളേഴ്സ്, പോലെയുള്ള കോംടെയെ പോലെയുള്ള ഒരുപാട് സ്കോളേഴ്സ് എവല്യൂഷണറി തിയറിയെ എന്ത് ചെയ്തു? വികസിപ്പിക്കാൻ ശ്രമിച്ചു. തിങ്കേഴ്സ് ലൈക്ക്, ആരൊക്കെയാണ് അത്? ഇമ്പോർട്ടന്റ് ആട്ടോ അത്. അപ്പോ ലേറ്റർ സ്കോളേഴ്സ് ഡെവലപ്ഡ് ഫർദർ എവല്യൂഷണറി തിയറിയെ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് സ്കോളേഴ്സ് ശ്രമിച്ചു. ആരൊക്കെയത്? ഹെൻറി മെയിൻ, ഹെർബർട്ട് സ്പെൻസർ, ടോണീസ്, ബഞ്ചോവൻ, മോർഗൻ ആൻഡ് ദർക്കെയിം. ഹെൻറി മെയിൻ, ഹെർബർട്ട് സ്പെൻസർ, ടോണീസ്, ബുഞ്ചാവൻ, മോർഗൻ ആൻഡ് ദുർക്കെയിം, ഇവരെ പോലെയുള്ള ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ കോംടെയെ പോലെ തന്നെ ഏത് തിയറിയെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു? എവല്യൂഷണറി തിയറിയെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് ദെൻ proposed various models of social transition. അപ്പൊ ഇവരെ പോലെയുള്ള ആളുകളാണ് പിന്നീട് പരിണാമ സിദ്ധാന്തത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. Many suggested two-stage theory, particularly emphasizing shift such as. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ഇവരിൽ പലരും സമൂഹം ലളിതമായ ഘട്ടങ്ങളിൽ നിന്നും സങ്കീർണ ഘട്ടങ്ങളിലേക്ക് മാറുന്ന 2 ഘട്ട മാതൃകകൾ അവതരിപ്പിച്ചു. ഈ സ്കോളേഴ്സ് അടക്കമുള്ള പല ആളുകളും മെനി സജസ്റ്റഡ് 2-stage തിയറി. എന്താ 2-stage തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് 2 ഘട്ട മാതൃകകൾ, 2-stage തിയറി, പാർട്ടിക്കുലർലി എംഫസൈസിങ് ഷിഫ്റ്റ് സച്ച് ആസ്. അപ്പോ ഇവരിൽ പല ആളുകളും ലളിതമായ ഘട്ടത്തിൽ നിന്നും ഒരു സങ്കീർണമായ ഘട്ടത്തിലേക്കുള്ള 2-stage തിയറി അവതരിപ്പിക്കാൻ ശ്രമിച്ചു.
അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഈ രണ്ട് സ്റ്റേജ് തിയറി ടു സ്റ്റേജ് തിയറി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചത്? ഹെൻറി മെയിൻ അതായത് അദ്ദേഹം വികസിപ്പിച്ച തിയറിയാണ് സ്റ്റാറ്റസ് ടു കോൺട്രാക്ട്, പദവിക്കനുസരിച്ചിട്ടുള്ള കോൺട്രാക്ട്. സ്റ്റാറ്റസ് പറഞ്ഞാൽ എന്താ? പദവി. ആ പദവിക്കനുസരിച്ചിട്ടുള്ള കോൺട്രാക്ട്. അപ്പോ ഒരു സിമ്പിൾ ലളിതമായ സൊസൈറ്റിയിൽ നിന്നും ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിലേക്കുള്ള മാറ്റത്തിലേക്ക് കടന്നപ്പോൾ, ഒരു ലളിതമായ ഘട്ടത്തിൽ നിന്നും ഒരു സങ്കീർണ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ രണ്ട് തിയറികളാണ് വികസിപ്പിച്ചത്. ടു സ്റ്റേജ് തിയറി. മെനി സജസ്റ്റഡ് ടു സ്റ്റേജ് തിയറി. ഏതൊക്കെ തിയറിയാണ്? സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് ഹെൻറി മെയിൻ, അതേപോലത്തെ ജെമിൻഷാഫ്റ്റ് ആൻഡ് ജെഫൽഷാഫ്റ്റ്. അപ്പൊ മക്കളെ, ഹെൻറി മെയിന്റെ നേതൃത്വത്തിൽ രണ്ട് തിയറികളാണ്. അപ്പോ നമ്മൾ പറഞ്ഞു മെനി സജസ്റ്റ് ടു സ്റ്റേജ് തിയറി പാർട്ടിക്കുലർലി എംഫസൈസ് ഷിഫ്റ്റ് ഫെച്ചേഴ്സ്. അതായത് രണ്ട് സ്റ്റേജ് തിയറീസിനെ രണ്ടാക്കി തരംതിരിച്ചു. ഏതൊക്കെയാണ്? ഹെൻറിയുടെ നേതൃത്വത്തിൽ സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് എന്നും അതേപോലെ തന്നെ ജെമിൻഷാഫ്റ്റ് ടു ജെഫൽഷാഫ്റ്റ് എന്നും. അപ്പൊ നമുക്ക് എന്താണ് സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് എന്ന് നമുക്ക് നോക്കാം. സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ പദവി, അതായത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പദവി എന്ന് പറയും. അപ്പൊ സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? പദവിയുടെ കോൺട്രാക്ട്. അപ്പൊ എന്തിനായിരിക്കാം ഈ പദവിയുടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്റ്റാറ്റസ് ടു കോൺട്രാക്ട്. Early society were based on kinship and inherited status. Modern society are based on legal, territorial system and citizenship. അതായത് early society were based on kinship and inherited status. Modern society are based on legal, territorial system and citizenship. അതായത് പ്രാരംഭ സമൂഹങ്ങൾ കിൻഷിപ്പും അതേപോലെ തന്നെ ഇൻഹെറിറ്റഡ്. കിൻഷിപ്പ് പറഞ്ഞാൽ രക്തബന്ധം, ഇൻഹെറിറ്റഡ് എന്ന് പറയുമ്പോൾ വംശപരമ്പരാഗത. അപ്പോൾ ഒരു പ്രാരംഭ സമൂഹങ്ങൾ ബന്ധങ്ങളെയും അതേപോലെ തന്നെ വംശ പരമ്പരയെയും അടിസ്ഥാനമാക്കുകയും അതേപോലെ തന്നെ മോഡേൺ സൊസൈറ്റി എന്തിനാണ് ബേസ് ചെയ്തത്? ലീഗൽ, ടെറിറ്റോറിയൽ സിസ്റ്റം ആൻഡ് സിറ്റിസൺഷിപ്പ്. അതേപോലെ തന്നെ നിയമപരവും പ്രദേശപരമായ പൗരത്വത്തെയാണ് ആശ്രയിച്ച് പ്രവർത്തിച്ചത്. അപ്പോൾ സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് ആ പദവിയെ തരംതിരിച്ചത്? ഏർലി സൊസൈറ്റി വെർ ബേസ്ഡ് ഓൺ കിൻഷിപ്പ് ആൻഡ് ഇൻഹെറിറ്റഡ് സ്റ്റാറ്റസ്. അതായത് പ്രാരംഭ സമൂഹങ്ങൾ, ഏർലി സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭ സമൂഹങ്ങൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? കിൻഷിപ്പിനെയും ഇൻഹെറിറ്റഡ് സ്റ്റാറ്റസ്. അതായത് പ്രാരംഭ സമൂഹങ്ങൾ ബന്ധങ്ങളെയും വംശപാരമ്പര്യത്തെയും അടിസ്ഥാനപ്പെടുത്തി. എന്നാൽ മോഡേൺ സൊസൈറ്റി എന്തിനാണ് ബേസ് ചെയ്തത്? ലീഗൽ, ടെറിറ്റോറിയൽ സിസ്റ്റം ആൻഡ് സിറ്റിസൺഷിപ്പ്. അതായത് നിയമപരമായും അതേപോലെ തന്നെ പ്രാദേശികപരമായും പൗരത്വത്തിന്റെ ആശയത്തെയാണ് എന്ത് ചെയ്തത്? ബേസ് ചെയ്തത്. അപ്പൊ മോഡേൺ സൊസൈറ്റി ആർ ബേസ്ഡ് ഓൺ ലീഗൽ, ടെറിറ്റോറിയൽ സിസ്റ്റം ആൻഡ് സിറ്റിസൺഷിപ്പ്. ഇതാണ് സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് ജെമിൻഷാഫ്റ്റ് ടു ജെഫൽഷാഫ്റ്റ് എന്ന് പറഞ്ഞാല്? ടോണീസ്. അപ്പം കുട്ടികളെ, രണ്ട് തിയറികളാണ് ഉയർന്നു വന്നത്. ഒരുപാട് ചിന്തകന്മാര് രൂപം കൊണ്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി ഒരുപാട് ചിന്തകന്മാർ ഉയർന്നു വന്നു. അതേപോലെ തന്നെ ടു സ്റ്റേജ് തിയറി രൂപം കൊടുത്തു. ആ ടു സ്റ്റേജ് തിയറിയിൽ വരുന്നതാണ് സ്റ്റാറ്റസ് ടു കോൺട്രാക്ട്. സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? കിൻഷിപ്പിനെയും ഇൻഹെറിറ്റഡ് സ്റ്റാറ്റസിനെയും. എന്നാൽ മോഡേൺ സൊസൈറ്റി ബേസ് ചെയ്യുന്നത് എന്തിനെയാണ്? ലീഗൽ, ടെറിറ്റോറിയൽ സിസ്റ്റം ആൻഡ് സിറ്റിസൺഷിപ്പ്. അതേപോലെ തന്നെ ഇനി അടുത്ത തിയറിയാണ് ജെമിൻഷാഫ്റ്റ് ടു ജെഫൽഷാഫ്റ്റ്, അതായത് ടോണീസിന്റെ. എന്താണ് ജെമിൻഷാഫ്റ്റ് ടു ജെഫൽഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് സൊസൈറ്റി ഇവോൾവ്ഡ് ഫ്രം ക്ലോസ് പേഴ്സണൽ ഇമോഷൻ ബേസ്ഡ് റൂറൽ കമ്മ്യൂണിറ്റി ടു മോർ ഇംപേഴ്സണൽ കോംപ്ലക്സ് അർബൻ സൊസൈറ്റി. അതായത് ഗ്രാമീണമായ വ്യക്തിഗതവും വികാരവുമായ ബന്ധങ്ങളുടെ ലളിത സമൂഹങ്ങൾ. അതേപോലെ തന്നെ പിന്നെന്താണ്? അപ്പോ ജെമിൻഷാഫ്റ്റ് ടു ജെഫൽഷാഫ്റ്റ് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി ഇൻവോൾവ് ഫ്രം ക്ലോസ് പേഴ്സണൽ
ഇമോഷൻ ബേസ്ഡ് റൂറൽ കമ്മ്യൂണിറ്റി ടു മോർ ഇമ്പേഴ്സണൽ കോംപ്ലക്സ് അർബൻ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ ഇമോഷനെ ബേസ് ചെയ്യുമ്പോൾ ഒരു റൂറൽ കമ്മ്യൂണിറ്റിയും, എന്നാൽ മോർ ഇമ്പേഴ്സണനെ ബേസ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു കോംപ്ലക്സ് അർബൻ സൊസൈറ്റിയുമായിരിക്കും. ഇപ്പൊ ഗ്രാമീണമായിട്ട് വ്യക്തിപരമായിട്ടുള്ള അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ ഒരു ലളിത ഗ്രാമീണ സമൂഹവും, എന്നാൽ മോർ ഇമ്പേഴ്സണൽ സങ്കീർണ മോർ ഇമ്പേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് വ്യക്തിപരമല്ലാത്ത കാര്യങ്ങളെ ബേസ് ചെയ്യുമ്പോൾ ഒരു സങ്കീർണമായിട്ടുള്ള നഗര സൊസൈറ്റിയുമായിരിക്കും. അപ്പൊ നഗര സൊസൈറ്റിയും റൂറൽ സൊസൈറ്റിയും അർബൻ സൊസൈറ്റിയും തമ്മിൽ ചേരുമ്പോഴാണ് എന്താവുക, ജെമിൻഷാഫ്റ്റ് ടു ജെസൽഷാഫ്റ്റ്. മനസ്സിലായോ? ജെമിൻഷാഫ്റ്റ് ടു ജെസൽഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂറൽ സൊസൈറ്റി ടു അർബൻ സൊസൈറ്റി. റൂറൽ സൊസൈറ്റി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്, അതായത് ഒരു പേഴ്സണൽ ഇമോഷൻ ആയിരിക്കും. ഒരു പേഴ്സണൽ ഇമോഷൻ ആയിരിക്കുമ്പോഴാണ് റൂറൽ കമ്മ്യൂണിറ്റി ആയിരിക്കുക. ഒരു ഇമ്പേഴ്സണൽ റിലേഷൻ ആയിരിക്കുമ്പോൾ ഏതാണ്, ഒരു മോർ ഇമ്പേഴ്സണൽ ആയിരിക്കുമ്പോൾ അർബൻ സൊസൈറ്റിയാണ്. അതാണ് ജെമിൻഷാഫ്റ്റ് ടു ജെസൽഷാഫ്റ്റ് എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ഓവറോൾ എവല്യൂഷണറി സോഷ്യോളജിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് ദ സൊസൈറ്റി പ്രോഗ്രസ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഫോം ത്രൂ ഐഡന്റിഫിയബിൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അതുകൊണ്ട് തന്നെ പരിണാമവാദികൾ എവല്യൂഷണറി സോഷ്യോളജിസ്റ്റ് പറഞ്ഞാൽ എന്താ, പരിണാമവാദികളെ സമൂഹങ്ങൾ ലളിത രൂപങ്ങളിൽ നിന്നും സങ്കീർണ രൂപങ്ങളിലേക്കുള്ള ക്രമാതീതമായ പുരോഗതിയിലൂടെയാണ് വളരുന്നതെന്ന് വിശ്വസിച്ചു. അപ്പോ പരിണാമവാദികളെ എവല്യൂഷണറി സോഷ്യോളജിസ്റ്റുകള് സമൂഹങ്ങൾ എങ്ങനെയാണ് വളരുന്നത് എന്നാ പറയുന്നത്, ഒരു സിമ്പിൾ കോംപ്ലക്സ് ഫോമിൽ നിന്നും, ഒരു സിമ്പിൾ സമൂഹത്തിൽ നിന്നും, ഒരു ലളിതമായ സമൂഹത്തിൽ നിന്നും എന്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്, overall evolutionary sociologists believed that the society progressed from simple complex form to through identifiable stages of development. ഒരു ലളിതമായ സമൂഹത്തിൽ നിന്നും സങ്കീർണ രൂപങ്ങളിലേക്കുള്ള പുരോഗതിയാണ് എന്ത് സമൂഹം എന്നാണ് എവല്യൂഷണറി സോഷ്യോളജിസ്റ്റുകൾ ചിന്തിക്കുന്നത്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സൊസൈറ്റിയാണ്. അതിൽ നിന്നും സങ്കീർണമായ സമൂഹത്തിലേക്ക്, സങ്കീർണമായ എന്ന് പറയുമ്പോൾ അതായത് മോഡേണൈസ് ആവുകയാണ് നമ്മൾ. അപ്പോൾ ആ സിമ്പിൾ സൊസൈറ്റിയിൽ നിന്നും ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിലേക്കുള്ള വളർച്ചയാണ് എവല്യൂഷണറി തിയറി എന്നാണ് ഇവിടെ സോഷ്യോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 3rd, 4th, 5th പാരഗ്രാഫിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങള്. ഇനി നമ്മൾക്ക് ഈ ഒരു ഇതേ ടോപ്പിക്കിൽ തന്നെ ഇനി നമ്മൾക്ക് പറയാനുള്ളത് 7, 8, 9 അങ്ങനെ 9 പാരഗ്രാഫുകളായിട്ടാണ് ഈ ഒരു ടോപ്പിക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിലെ 6 പാരഗ്രാഫുകളാണ് ടീച്ചർ ഇപ്പൊ ഷോർട്ടാക്കി പറഞ്ഞു തന്നത്. ഇനി നമുക്ക് 7, 8, 9 അത്രയും പാരഗ്രാഫുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതേ ടോപ്പിക് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ദ ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷനിലെ 7, 8, 9, 10 ഇത്രയും പാരഗ്രാഫുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ 5, 6, 7 അത്രയും പാരഗ്രാഫുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ എന്ന ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ദ പാസേജ് എക്സ്പ്ലെയിൻ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. അതായത് ദ പാസേജ് എക്സ്പ്ലെയിൻ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. സാമൂഹിക പരിണാമത്തെക്കുറിച്ച് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറീസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് അപ്പോൾ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ ഈ സാമൂഹികപരമായിട്ടുള്ള പരിണാമ സിദ്ധാന്തത്തെ, സോഷ്യൽ എവല്യൂഷനെ കുറിച്ച്
ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിസ്കസ് ഹൗ ഏർലി തിങ്കേഴ്സ് വ്യൂഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഫോം. അതേപോലെ തന്നെ അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇറ്റ് ഡിസ്കസ് ഹൗ ഏർലി തിങ്കേഴ്സ് viewed the development of society from simple to complex form. Simple to complex form എന്ന് പറഞ്ഞാൽ എന്താ? ലളിതമായതിൽ നിന്നും എങ്ങനെയാണ് സങ്കീർണമായ ഘട്ടത്തിലേക്കുള്ള വികാസത്തെ കുറിച്ചാണ് ഇവിടെ എന്ത് നൽകുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് ഡിസ്കസ് ഹൗ ഏർലി തിങ്കേഴ്സ് viewed the development of society from simple to complex form. ഒരു ലളിതമായിട്ടുള്ള ഒരു സൊസൈറ്റിയെ ഒരു കോംപ്ലക്സ് ഫോമിലേക്കാണ് ഇവിടെ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കഷൻ നടത്തുന്നത്. Durkheim explained social evolution through mechanical and organic solidarity. അതേപോലെ തന്നെ ഡർക്കെയിം എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് സോഷ്യൽ എവല്യൂഷനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡർക്കെയിം എക്സ്പ്ലെയിൻഡ് സോഷ്യൽ എവല്യൂഷൻ, സാമൂഹിക പരിണാമത്തെ ഡർക്കെയിം 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ രീതിയിലാണ്? മെക്കാനിക്കൽ എവല്യൂഷൻ എന്നും മെക്കാനിക്കൽ സോളിഡാരിറ്റി അഥവാ ഓർഗാനിക് സോളിഡാരിറ്റി. ഡർക്കെയിം എക്സ്പ്ലെയിൻഡ് സോഷ്യൽ എവല്യൂഷൻ. അപ്പൊ ഡർക്കെയിം സാമൂഹിക പരിണാമത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നും ഓർഗാനിക് സോളിഡാരിറ്റി എന്നും. വാട്ട് ഈസ് മീൻ ബൈ മെക്കാനിക്കൽ സോളിഡാരിറ്റി? ഇനി എന്താണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മെക്കാനിക്കൽ സോളിഡാരിറ്റി എക്സിസ്റ്റ് ഇൻ സിമ്പിൾ സൊസൈറ്റീസ് where people share similarity and collective consciousness is strong. അതായത് മെക്കാനിക്കൽ ഡർക്കെയിം ആണ് സോഷ്യൽ എവല്യൂഷനെ ഇങ്ങനെ 2 ലെവലില് ഡിവൈഡ് ചെയ്തത്. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നും ഓർഗാനിക് സോളിഡാരിറ്റി എന്നും. ഇനി മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Mechanical solidarity exists in simple society where people share similarity and collective consciousness is strong. അതായത് മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ എന്താണ് വ്യക്തമാക്കുന്നത്? ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് എന്നാ പറയുന്നത്? സിമിലാരിറ്റി പറഞ്ഞാൽ ഒരുപോലെയാണ്, അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള മൂല്യങ്ങളും വിശ്വാസങ്ങളും ഉള്ളവരാണ്. അതിനെയാണ് എന്ത് പറയുക? മെക്കാനിക്കൽ സോളിഡാരിറ്റി. ഇപ്പൊ ഡർക്കെയിം സോഷ്യൽ എവല്യൂഷനെ 2 സ്റ്റേജസ് ആയിട്ട് തരംതിരിച്ചു. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നും ഓർഗാനിക് സോളിഡാരിറ്റി എന്നും. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ സോളിഡാരിറ്റി എക്സിസ്റ്റ് ഇൻ സിമ്പിൾ സൊസൈറ്റീസ് where people share similarity and collective consciousness is strong. അതായത് മെക്കാനിക്കൽ സോളിഡാരിറ്റിയിലെ ഒരു സിമ്പിൾ സമൂഹമായിരിക്കും, ഒരു ലളിത സമൂഹമാണ്. ഇവിടെ ഉള്ള ആളുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു സിമിലാരിറ്റി ഒരുപോലെയാണ്, അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള വിശ്വാസങ്ങളും മൂല്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? മെക്കാനിക്കൽ സോളിഡാരിറ്റി. അപ്പൊ മെക്കാനിക്കൽ സോളിഡാരിറ്റി പറഞ്ഞാൽ ഒരു സിമ്പിൾ സൊസൈറ്റി ആയിരിക്കും, അത് ഒരേപോലെ ഉള്ളതായിരിക്കും, മൂല്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇതിനെയാണ് എന്ത് പറയുക? മെക്കാനിക്കൽ സോളിഡാരിറ്റി. ആൻഡ് ദെൻ ഓർഗാനിക് സോളിഡാരിറ്റി. ഓർഗാനിക് സോളിഡാരിറ്റി പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് സോളിഡാരിറ്റി അപ്പിയേഴ്സ് ഇൻ കോംപ്ലക്സ് സൊസൈറ്റി with division of labor, interdependence and rational instrumental relationship. ഓർഗാനിക് സോളിഡാരിറ്റി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കോംപ്ലക്സ് സൊസൈറ്റി, ഒരു സങ്കീർണമായ സമൂഹത്തെയാണ് എന്ത് പറയുക? ഓർഗാനിക് സോളിഡാരിറ്റി. വിത്ത് ഡിവിഷൻ ഓഫ് ലേബർ, അതിലെന്തൊക്കെ വരിക? തൊഴിലാളികളുടെ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ, ഇന്റർഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരാശ്രിതത്വം, റേഷണൽ, അതേപോലെ തന്നെ പരസ്പരാശ്രിതത്വവും യുക്തിപരവും റേഷണലും, ഇൻസ്ട്രുമെന്റൽ റിലേഷൻഷിപ്പ്, ഒരു
എങ്ങനത്തെ ബന്ധം എന്നാ പറയുന്നത്? ഇൻസ്ട്രുമെന്റൽ എന്ന് പറഞ്ഞാൽ ഉപകരണപരമായ. അപ്പൊ ഒരു ടൂൾസുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻസ്ട്രുമെന്റൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് നമുക്ക് അറിയാം മോഡേൺ ടെക്നോളജി ആണ് ഏത് സോളിഡാരിറ്റിയിൽ വരിക? ഓർഗാനിക് സോളിഡാരിറ്റി. നമ്മളുടെ സൊസൈറ്റി സാമൂഹിക പരിണാമത്തെ കുറിച്ചാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ദുർക്കയും സോഷ്യൽ എവല്യൂഷനെ 2 ഘട്ടങ്ങളാക്കി തിരിച്ചു. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നും ഓർഗാനിക് സോളിഡാരിറ്റി എന്നും. മെക്കാനിക് സോളിഡാരിറ്റി ആവുമ്പോൾ കാലഘട്ടം എങ്ങനെയായിരിക്കാം? ഒരു സിമ്പിൾ ആയിരിക്കാം, ഒരു ലളിത സമൂഹമാകാം, അതേപോലെ ഒരുപാട് സിമിലാരിറ്റി ഉണ്ടായിരിക്കാം, അതേപോലെ മൂല്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം, വാല്യൂസുകൾ ഉണ്ടായിരിക്കാം. അതാണ് മെക്കാനിക്കൽ എന്ന് പറയുന്നത്. എന്നാൽ ഓർഗാനിക് സോളിഡാരിറ്റി ആയിരിക്കുമ്പോൾ എന്താണ് ആ മാറ്റം എന്ന് പറയുന്നത്? അതൊരു കോംപ്ലക്സ് സൊസൈറ്റിയാണ്, അതൊരു സങ്കീർണ സമൂഹമാണ്. അവിടെ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിലാളികളെ വർഗീകരിക്കുന്നുണ്ട്. ഇന്റർ ഡിപ്പെൻഡൻസ്, പരസ്പരം ആശ്രിതത്വമുണ്ട്. റേഷണൽ, യുക്തിപരമാണ്. ഇൻസ്ട്രുമെന്റൽ റിലേഷൻഷിപ്പ്, എന്താണ് ഇൻസ്ട്രുമെന്റൽ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എന്താണ്? ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്തായിട്ട് കണക്കാക്കാനുള്ള കാരണം? ഓർഗാനിക് സോളിഡാരിറ്റി. അടുത്തതായിട്ട് അതിലെന്താ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ. Herbert Spencer proposed a detailed stage-by-stage evolution of political society from society without a state. Chiefdom, compounded chiefdom, emergence of the state, modern state. ഹെർബർട്ട് സ്പെൻസർ പറയാണ് സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയായി മാറി? ഒരു പൊളിറ്റിക്കൽ അപ്പൊ നമ്മളൊക്കെ അറിയാം ദുർക്കൈമിന്റെ ഒപ്പീനിയനിൽ 2 രീതിയിലായി സോഷ്യൽ എവല്യൂഷൻ, മെക്കാനിക്കലും ആയി ഓർഗാനിക്കലും ആയി. അതെന്താന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഹെർബർട്ട് സ്പെൻസർ പറയാണ്, Herbert Spencer proposed a detailed stage-by-stage evolution of political society. ഒരു രാഷ്ട്രീയ സമൂഹമായി മാറി. അപ്പൊ എന്താണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്? സമൂഹം എന്തായി മാറി? ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയിലേക്ക് മാറുകയും അങ്ങനെ ഫ്രം സൊസൈറ്റി വിത്തൗട്ട് എ സ്റ്റേറ്റ്. അതേപോലെ തന്നെ സമൂഹം സ്റ്റേറ്റ് ഇല്ലാതെ എന്ത് നിലനിൽക്കില്ല? സൊസൈറ്റി നിലനിൽക്കില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് വളരെയധികം പങ്ക് ഉണ്ടാകുന്നതിന് അത് കാരണമായി. ചീഫ്ഡം, കമ്പ്യൂട്ടർ ചീഫ്ഡം, എമർജൻസ് ഓഫ് ദ സ്റ്റേറ്റ്, മോഡേൺ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്? ഒരു ചീഫ്ഡം, എമർജൻസ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഇവിടെ പ്രാധാന്യം കൊടുത്തത്, നേതൃത്വം നൽകിയത് എന്തിനാണ്? എമർജൻസ് ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ ആവിർഭാവത്തിന്. ഒരു പൊളിറ്റിക്കൽ ഹെർബർട്ട് സ്പെൻസറിന്റെ അഭിപ്രായത്തിൽ സാമൂഹിക പരിണാമം അഥവാ സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയാണ്. അതുകൊണ്ട് ഇവിടെ ചീഫ്ഡം എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. എമർജൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡേൺ സ്റ്റേറ്റ്. അപ്പോ സ്റ്റേറ്റിന്റെ ആവിർഭാവം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രം എന്തിലേക്ക് മാറി കഴിഞ്ഞു? ഒരു ആധുനിക രാഷ്ട്രം, മോഡേൺ സ്റ്റേറ്റ്. അപ്പൊ നമ്മള് സാമൂഹിക പരിണാമം, സൊസൈറ്റിയുടെ പരിണാമത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സൊസൈറ്റി, പിന്നീട് അത് കോംപ്ലക്സ് സൊസൈറ്റി, പിന്നെ ദുർക്കൈമിന്റെ അഭിപ്രായത്തിൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഓർഗാനിക് സോളിഡാരിറ്റി. ഹെർബർട്ട് സ്പെൻസർ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി, ഒരു രാഷ്ട്രീയ സമൂഹമായിട്ടാണ് സാമൂഹിക പരിണാമത്തെ, സോഷ്യൽ എവല്യൂഷനെ കൺസിഡർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് സാമൂഹിക പരിണാമം നടക്കപ്പെടുന്നത്? ഫ്രം സൊസൈറ്റി വിത്തൗട്ട് എ സ്റ്റേറ്റ്. ഒരു സമൂഹത്തിൽ എന്ത് ഇല്ലാതെ പറ്റില്ല? രാഷ്ട്രം വേണം. സൊസൈറ്റി ഉണ്ടോ അവിടെ എന്തും വേണം? സ്റ്റേറ്റ് വേണം. അതുകൊണ്ട് സ്റ്റേറ്റിന്റെ ആവിർഭാവമാണ് അവിടെ ചീഫ്ഡം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ എമർജൻസ് ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ ആവിർഭാവം എന്തിനേക്ക് വഴിവെച്ചു എന്നാ പറയുന്നത്? മോഡേൺ സ്റ്റേറ്റ്, ആധുനിക രാഷ്ട്രത്തിലേക്ക്, ആധുനിക രാഷ്ട്രം രൂപപ്പെടുന്നതിന്, ഒരു മോഡേൺ സ്റ്റേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് കാരണമായി എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. അടുത്തതായിട്ട് എന്താണ്? ഹി ആർഗ്യൂഡ് ഫോർ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതായത് ഒടുവിൽ ഏത് ആശയത്തെ പിന്തുണച്ചു? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, ബിലീവിംഗ് ദാറ്റ് ദ സ്ട്രോങ് ഷുഡ് പ്രോഗ്രസ് ആൻഡ് വീക്ക് വുഡ്
നാച്ചുറലി ബി എലിമിനേറ്റഡ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ആശയത്തെ പിന്തുണയ്ക്കുകയും അതേപോലെ തന്നെ എന്താണ് വീക്കർ സെക്ഷനെ എലിമിനേറ്റ് ചെയ്യുക. അതായത് ഇവിടെ എന്തിന് നാച്ചുറലി ബി എലിമിനേറ്റഡ് എന്നാ പറയുന്നത്? ഇവിടെ എന്ത് എലിമിനേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു താഴേക്കിടയിലുള്ള വീക്കൻഡ് ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളെ എലിമിനേറ്റ് ചെയ്യുകയും സ്ട്രോങ് ഷുഡ് പ്രോഗ്രസ് ശക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ ഹി ആർഗ്യൂഡ് ഫോർ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ബിലീവിംഗ് ദാറ്റ് ദ സ്ട്രോങ് ഷുഡ് പ്രോഗ്രസ്. അപ്പൊ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? സ്ട്രോങ് ഷുഡ് പ്രോഗ്രസ്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വളർച്ച. സൊസൈറ്റി സാമൂഹിക പരിണാമം എങ്ങനെ ആയിരിക്കണം? ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രോഗ്രസ് ആയിരിക്കണം. എന്തിനെ എലിമിനേറ്റ് ചെയ്യണം? വീക്കെൻഡ് ഷുഡ് നാച്ചുറലി ബി എലിമിനേറ്റഡ്. വീക്കെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ, വീക്കർ ആയിട്ടുള്ള കാര്യങ്ങളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നതാണ് എന്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തുന്നത്? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രല്ല ഈ ഒരു ആശയം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ഹിസ് ഐഡിയ വർ ക്രിട്ടിസൈസ്ഡ് ഫോർ ബീയിങ് അഗെയിൻസ്റ്റ് social welfare and for promoting inequality, but they influenced conservative thinkers. അതുകൊണ്ട് തന്നെ ശക്തരായവർ മുന്നേറുകയും വീക്കറായിട്ടുള്ളവരെ എന്ത് ചെയ്യുന്നു? പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശയം സാമൂഹ്യ ക്ഷേമത്തെയും മനുഷ്യ അവകാശങ്ങൾക്കും എന്താണ്? വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. ഹി ആർഗ്യൂഡ് ഫോർ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ശക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യുക. ഇവിടെ സ്ട്രോങ് ഷുഡ് പ്രോഗ്രസ് എന്നാ പറയുന്നത്. സ്ട്രോങ് ഷുഡ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ശക്തരായിട്ടുള്ള ആളുകളെ പ്രോഗ്രസ് ചെയ്യുകയും വീക്കറായിട്ടുള്ള ആളുകളെ എലിമിനേറ്റ് ചെയ്യുകയും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ വിമർശിക്കുന്നത്? സാമൂഹിക ക്ഷേമം, സോഷ്യൽ വെൽഫെയറിനെ അവിടെ എന്ത് ചെയ്യാണ് എന്നാ പറയുന്നത്? സാമൂഹിക ക്ഷേമം ഇല്ലാതാവുകയും ഒപ്പം എന്ത് വളരും എന്നാ പറയുന്നത്? ഇന്നീക്വാലിറ്റി. ഫോർ പ്രൊമോട്ടിങ് ഇന്നീക്വാലിറ്റി, അതായത് അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഈക്വാലിറ്റി നഷ്ടപ്പെടുക, തുല്യത നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഇന്നീക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിനും കാരണമാകും എന്നാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. Overall, the text highlight how different scholars explain the growth of society, social structures and institutions through evolutionary perspective. അതുകൊണ്ട് തന്നെ സമൂഹം ലളിതമായ രൂപത്തിൽ നിന്നും എന്തിലേക്ക് വികസിച്ചു? സങ്കീർണമായ രൂപത്തിലേക്ക് വികസിക്കുകയും സാമൂഹിക ഘടനകളും സ്ഥാപനങ്ങളും രൂപപ്പെടുകയും തുടങ്ങിയ കാര്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ആര് ചെയ്യുന്നത്? ഈ ഒരു സ്കോളേഴ്സ്, പണ്ഡിതന്മാർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹെർബർട്ട് സ്പെൻസർ ആർഗ്യൂ ചെയ്യുകയാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റിനാണ് ഒരു കോംപ്ലക്സ് സൊസൈറ്റി പ്രാധാന്യം കൊടുത്തത്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായതിനെ പ്രോഗ്രസ് ചെയ്യുകയും വീക്കർ സെക്ഷനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെല്ലാം വേണ്ടേ? ശക്തരും വേണം, ഒപ്പം വീക്കർ സെക്ഷനെ എന്താക്കാനാ ശ്രമിക്കണ്ടേ? ശക്തരാക്കാൻ ശ്രമിക്കുക വേണ്ടേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ സ്ട്രോങ് ആയവരെ എന്ത് ചെയ്തു? പ്രോഗ്രസ് ചെയ്തു. വീക്കർ ആയിട്ടുള്ള ആളുകളെ എലിമിനേറ്റ് ചെയ്തു. ഇത് എന്തിന് കാരണമായി? സാമൂഹിക ക്ഷേമം ഇല്ലാതാകുന്നതിനും അതേപോലെ തന്നെ ഇന്നീക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനും കാരണമായി എന്നിവിടെ വിമർശിക്കുകയാണ്. മാത്രമല്ല ഓവറോൾ ദ ടെസ്റ്റ് ഹൈലൈറ്റ് ഹൗ ഡിഫറെന്റ് സ്കോളേഴ്സ് എക്സ്പ്ലെയിൻഡ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കോളേഴ്സ് എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? നിരവധി പണ്ഡിതന്മാര് എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതായത് സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക ഘടനകളും സ്ഥാപനങ്ങളും രൂപപ്പെടുകയും അത് സങ്കീർണതയിലേക്ക് വികസിക്കുന്നതിന് കാരണമായി. അതാണ് പരിണാമപരമായ കാഴ്ചപ്പാട് എന്നാണ്
എന്നാണ് ആര് പറയുന്നത്, മറ്റ് സ്കോളേഴ്സ് വ്യക്തമാക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബിഗിനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ എന്ന ഈ ഒരു ടോപ്പിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ളത്. നമ്മൾ ഏകദേശം അതിൽ ആദ്യത്തെ പേജ് നമ്പർ 8 3 പാരഗ്രാഫ്, അതേപോലെ പേജ് നമ്പർ 9 6 പാരഗ്രാഫോളം, പേജ് നമ്പർ 10 7 8 9 ഏകദേശം 9 പാരഗ്രാഫോളം 10 പാരഗ്രാഫോളം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും പാരഗ്രാഫുകളാണ് നമ്മൾ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ടീച്ചർ പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ നോട്ട്സ് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ ക്ലിയർ ചെയ്യാം. ഓക്കെ.